ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ടയുടെ ഡിയോ വണ്ടി, എച്ച് സ്മാർട്ട് വണ്ടിയാണ്, BS6 മോഡൽ. നമ്മളത് ജനറൽ സർവീസായിട്ട് കയറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ ബാക്ക് ടയറിൻ്റെ കേസ് മാറുന്ന കേസ് പറഞ്ഞിട്ടുണ്ട്. എൻജിൻ ഓയിൽ അതേപോലെ അങ്ങനെ കുറച്ച് വർക്കുകളാണ് മെയിനായിട്ട് പറഞ്ഞത്. അപ്പോൾ നമ്മൾ സർവീസുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ബാക്ക് ബ്രേക്ക് ലൈനറൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട്. ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യുക, റീസെറ്റ് ചെയ്യുക. നിലവിൽ ലൈനർ ഇതൊക്കെ മതി. ബ്രേക്ക് ക്യാമൊക്കെ ചെറിയ ടൈറ്റ് കാണിക്കണമെന്ന് അഴിച്ച് ഗ്രീസ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ അതേപോലെ ബാക്കിലത്തെ ടയർ ഫുള്ള് തീർന്നതാണ്. സെൻറ്ററിൽ തന്നെ ഒട്ടും ഇതില്ല, നല്ല രീതിയിൽ തീർന്നു പോയിട്ടുണ്ട്. അപ്പോൾ ടയർ മാറ്റുന്ന ടൈം ആയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽറ്ററും ഈ പറഞ്ഞ എയർ ഫിൽറ്ററും പ്ലഗും അത് ശരിക്കും പറഞ്ഞാൽ 10,000 കിലോമീറ്ററൊക്കെ ഓടാൻ പാടുള്ളൂ. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിനിടയിലും മാറ്റിയിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല. ഇപ്പോൾ 24,000 കിലോമീറ്ററോളം ആയിട്ടുണ്ട്, 23,600 ആയിട്ടുണ്ട്. അപ്പോൾ ഫുള്ള് ബ്ലോക്കാണ്. അത് കൈയോടെ അത് മാറ്റിയിടാം, അതാണ് ഏറ്റവും സേഫ്. കാരണം എന്താ വെച്ചാൽ മൈലേജിനൊക്കെ ഡയറക്റ്റ് ബാധിക്കുന്ന സംഭവമാണ് ഈ രണ്ട് ഐറ്റംസ് കേട്ടോ. അപ്പോൾ അതൊന്ന് കൈയോടെ മാറ്റിക്കളയാം. എന്തായാലും ഒരു പ്രാവശ്യം മാറ്റേണ്ട ടൈം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ രണ്ടാമത്തെ ചേഞ്ചിങ് ആണ് ഇപ്പോൾ വന്നത് കേട്ടോ. 24,000 ശരിക്കും പറഞ്ഞാൽ 20,000 കിലോമീറ്റർ മാറ്റേണ്ടതാണ്. ഇപ്പോൾ ഏകദേശം 23,600 ആയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ഫുള്ളായിട്ടൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് വിടുന്നുണ്ട്. ക്ലച്ച് വർക്ക് ചെയ്തിട്ടുള്ള പൊടിയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ അതിൻ്റെ ഉള്ളിലുണ്ട്. ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ ബെൽറ്റിൻ്റെ ഈ സെൻറ്റർ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ബെൽറ്റൊക്കെ ഓൾറെഡി പൊട്ടിയിരിക്കുക. ഇതിപ്പോൾ ശരിക്കും 24,000 കിലോമീറ്റർ കഷ്ടി അങ്ങോട്ട് ഓടണുള്ളൂ വണ്ടി. അപ്പോഴത്തേക്കും ബെൽറ്റിൻ്റെ അവസ്ഥ മോശമാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഓട്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ബെൽറ്റ് യൂസ് ചെയ്യരുത്. കാരണം എന്ന് വെച്ചാൽ ഈ ലോക്കലൊക്കെ ഓടണുള്ളൂ എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ചിലപ്പോൾ കിടന്നോളും. പക്ഷേ അതല്ലാന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഇച്ചിരി സ്പീഡൊക്കെ യൂസ് ചെയ്ത് ഓടുന്നുണ്ട്, അത്യാവശ്യം ലോഡൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മാറ്റിയിടണതാണ് ഏറ്റവും സേഫ്. കാരണം അതിൻ്റെ കാലാവധി ആയിട്ടുണ്ട്, പൊട്ടലും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. സെൻറ്റർ ഭാഗമൊക്കെ പൊട്ടിയിരിക്കുന്നത്. മാറ്റിയിടാണെന്നുണ്ടെങ്കിൽ ടെൻഷൻ ഫ്രീ ആയിട്ട് വണ്ടി ഓടിക്കാം. ഇതല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും വഴിയിൽ പെടാവുന്ന ഒരു സിറ്റുവേഷനാണ്. അതൊന്ന് നോക്കാം. അപ്പോൾ കംപ്ലയിൻറ്റ് കണ്ടപ്പോൾ ഞാൻ ശ്രദ്ധപ്പെടുത്തിയെന്നുള്ളൂ. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, റോളർ അതൊക്കെ നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനങ്ങളൊക്കെ ഉള്ളൂ. ക്ലച്ച് യൂണിറ്റ് നമ്മൾ ഫുള്ളായിട്ട് അഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട്. കാരണം ഇവിടെ ചെറുതായിട്ടൊരു തുരുമ്പിൻ്റെ പ്രസൻസ് ഉണ്ട്. അപ്പോൾ കൂട്ടത്തിൽ കൂടെ നമ്മളത് ഫുള്ളായിട്ട് അഴിച്ച് ഫുള്ള് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. ക്ലച്ച് ഷൂ ഒക്കെ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഉപയോഗിക്കാനുണ്ട്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. ക്ലച്ച് ഔട്ടർ യൂണിറ്റ് അതിൽ പൊടിയുടെ അതിപ്രസരം ഉണ്ട്. ഇവിടെ നോക്കുമ്പോൾ അറിയാം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊടിയൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട്. ഇത് ഇടയ്ക്കൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടതാണ് ഇത് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതല്ലെങ്കിൽ CVT ക്ലച്ചിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ നമ്മൾ ഇടയ്ക്കൊന്ന് അഴിച്ച് റീഫ്രഷ് ചെയ്ത് ഗ്രീസ് ആവശ്യമാണെങ്കിൽ ഗ്രീസ് ചെയ്തൊക്കെ കൊടുക്കണം. അതല്ലെങ്കിൽ പെട്ടെന്ന് കംപ്ലയിൻറ്റ് വരുന്നൊരു ഭാഗമാണത്. നമുക്ക് ഒരുപാട് എക്സ്പെൻസ് വരുത്തും. ഇതിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം പൊടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം. അതേപോലെ തന്നെ നമ്മൾ എഞ്ചിൻ ഓയിലും കൂടി കൂട്ടത്തിൽ മാറ്റി വിടുന്നുണ്ട്. ഓയിൽ ചേഞ്ചിൻ്റെ ടൈം ആയിട്ടുണ്ട്. പിന്നെ ബാറ്ററി നമുക്കിത് ഇരിക്കുന്ന ബാറ്ററി 12 വോൾട്ട് 6 ആംപിയർ ബാറ്ററി, 6 ആംപിയറിൻ്റെ ബാറ്ററിയാണ്. ബാറ്ററി പുതിയ ബാറ്ററി, വലിയ പഴക്കമായിട്ടില്ല. നമുക്ക് വോൾട്ട് നോക്കുമ്പോൾ 13 വോൾട്ട് വരെ കാണിക്കുന്നുണ്ട്. ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. ബാറ്ററിയുടെ കറക്റ്റ് സ്റ്റാറ്റസ് നമുക്ക് അറിയാനായിട്ട് പറ്റും. നിലവിൽ ഓക്കെ ആയിട്ട് തന്നെ കാണിക്കണം. പിന്നെ അതിൻ്റെ ആക്സിലേറ്റർ കേബിളിൻ്റെ വർക്കിംഗ് ഒക്കെ ഓക്കെയാണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ ഫ്രണ്ട് ബ്രേക്ക് നമ്മൾ പാഡ് സെറ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. കംപ്ലയിൻ്റ് ഒന്നും ആയല്ല, നമുക്ക് അടുത്ത സർവീസ് മിക്കവാറും ഒരു വർഷം മാറ്റേണ്ടി വന്നേക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പകുതിയിൽ കൂടുതലേക്ക് ആയിട്ടുണ്ട് പാഡ് സെറ്റിൻ്റെ കേസ് കേട്ടോ. പിന്നെ ഫ്രണ്ട് വണ്ടി ഒന്ന് മറഞ്ഞു വീണിട്ട് ഈ സൈഡ് കവറൊക്കെ അലൈൻമെൻറ്റൊക്കെ പോയിട്ടുണ്ട്. കാരണം ഇത് ഇവിടുത്തെ ഈ ഭാഗത്തെ ആ ലോക്കതിൻ്റെ ഉള്ളിൽ നിന്ന് പൊട്ടിപ്പോയി. നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. ചെറിയൊരു ഗ്യാപ്പ് നമുക്ക് ഒട്ടിക്കാനൊന്നും പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഇടയ്ക്ക് റിപ്പയറിങ്ങിനൊക്കെ ആയിട്ട് അഴിക്കേണ്ടി വരുന്നൊരു പാട്ടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം അത് ആ രീതി തന്നെ നിർത്താം. പിന്നെ ഈ സൈഡൊക്കെ അത്യാവശ്യം സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതൊക്കെ നമുക്കൊന്ന് കയറ്റി റീസെറ്റ് ആക്കി എടുക്കാം. പിന്നെ ഹാൻഡിലിൻ്റെ ലെഫ്റ്റ് സൈഡിലത്തെ യോക്ക് ഫുൾ സെറ്റ് ലൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് അഴിച്ച് ടൈറ്റ് ചെയ്യുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിലെ ഈ വരുന്ന ഇവിടുത്തെ ചെറിയൊരു പീസ് അതിൻ്റെ ലോക്ക് ഒടിഞ്ഞു പോയിട്ടുണ്ട്. നമുക്ക് മാക്സിമം ഏതെങ്കിലും രീതിയിൽ കൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള ദിവസം നോക്കാം. കാരണം ഞാൻ ചെയ്ത് നോക്കാം, ഉറപ്പ് പറയാനില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ലെഗൊക്കെ പോയേക്കണേ. കാരണം ആ 2 ലെഗും വേണം നിൽക്കാം. പിന്നെ സ്ക്രൂ സപ്പോർട്ടിങ്ങിന് അടിയിലായിട്ടൊരു സ്ക്രൂ മാത്രമാണ് ഉള്ളൂ. മാക്സിമം നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. കിട്ടുമെന്നുണ്ടെങ്കിൽ നമുക്ക് അതനുസരിച്ച് അറേഞ്ച് ചെയ്യാം. ഫ്രണ്ടിലത്തെ ടയർ അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കാനുണ്ട്. അപ്പോൾ നമുക്കത് ഒരു പകുതിയിൽ കൂടുതലായിട്ടുണ്ട് ഫ്രണ്ടിലത്തെ കേട്ടോ. എന്നാലും തീരെ മോശമൊന്നും പറയാനില്ല. റൈറ്റ് സൈഡ് സ്വാഭാവികമായിട്ടും നമുക്ക് സ്കൂട്ടർ മോഡൽ വണ്ടികളിൽ റൈറ്റ് സൈഡിൽ ചെറിയൊരു തേമാനം പെർസെൻറ്റേജ് ബേസിൽ ഇച്ചിരി കൂടുതലാണ് റൈറ്റ് സൈഡ് കാണിക്കും കേട്ടോ. ആ ഒരു തേമാനം ഇപ്പോൾ ഈ വണ്ടിക്കും ഉണ്ട്. നമുക്ക് നോർമൽ അതൊരു കംപ്ലയിൻ്റ് എന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ പ്ലഗിൻ്റെ കേസും കൂടി നമ്മൾ കൂട്ടത്തിൽ കൂടെ മാറ്റി വിടുന്നുണ്ട്. എയർ ഫിൽറ്ററും പ്ലഗ് ശരിക്കും ഇപ്പം നമ്മൾ മാറ്റിയാൽ പോലും അടുത്ത 10,000 കിലോമീറ്റർ നമ്മൾ എയർ ഫിൽറ്റർ മാറ്റിയിരിക്കണം. കാരണം എന്ന് വെച്ചാൽ അതൊക്കെ നമുക്ക് ഡയറക്റ്റ് വലിയ എക്സ്പെൻസ് ഉണ്ടാക്കി തരുന്ന ചെറിയ ചെറിയ പാർട്സുകളാണത്. ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബ്ലോക്കായി കിടന്ന് ഓടുമ്പോഴത്തേക്കും ഫ്യൂവലിൻ്റെ കൺസപ്ഷൻ കൂടും, പെട്രോളിൻ്റെ ചിലവ് കൂടും.
കാരണം എയർ കുറവാണെങ്കിൽ നമുക്ക് വണ്ടിക്ക് സ്പീഡ് ആവശ്യമാകുമ്പോൾ നമ്മൾ ആക്സിലേറ്റർ കൊടുക്കും. അപ്പോൾ ഇഞ്ചക്ടർ സ്വാഭാവികമായിട്ടും പെട്രോൾ ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കും. കറക്റ്റായിട്ട് എയർ സപ്ലൈ കിട്ടാണ്ട് വരുന്ന സമയത്ത് അത് കുറേയൊക്കെ കത്താണ്ട് പോകും. കുറേ അതിൻ്റെ ഉള്ളിൽ പൊല്യൂഷനായിട്ട് കരിയായിട്ടൊക്കെ അവിടെയൊക്കെ പിടിച്ചിരിക്കും. സാധാരണ നമുക്ക് എൻജിൻ ഹെഡ് ക്ലീൻ ചെയ്യേണ്ടത് 30,000 കിലോമീറ്ററിലാണ്. അപ്പോൾ അതിന് മുമ്പേ ഈ പറഞ്ഞ കംപ്ലയിൻസുകൾ പെട്ടെന്ന് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതില്ലാതിരിക്കാനാണ് എയർ ഫിൽറ്ററൊക്കെ നമ്മൾ കൃത്യ പീരീഡുകളിൽ മാറ്റി കളയാൻ പറയുന്നത്. നമ്മളിപ്പോൾ വലിയ കാറുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് ടൈമിൽ മാറ്റിയിടും. കംപ്ലയിൻസും കുറവാണ് വണ്ടികൾക്കൊന്നും. 10 കൊല്ലമായാലും 15 കൊല്ലമായാലും ഒരു അനക്കമില്ലാത്ത വണ്ടികളുണ്ടാവും. പക്ഷേ സ്കൂട്ടറിൽ നമ്മൾ 2 വീലറിലേക്ക് വരുമ്പോൾ നമ്മൾ അത്ര കെയർലെസ് ആവും. അപ്പോഴാണ് നമുക്ക് എക്സ്പെൻസ്. കാറിനേക്കാളും മെയിൻ്റെനൻസ് 2 വീലറിന് വന്നതിൻ്റെ മെയിൻ റീസൺ അതാണ്. കറക്റ്റായിട്ട് നമ്മൾ ചെയ്യാത്തത് കൊണ്ട് വന്ന മിസ്റ്റേക്കുകളാണ്. കറക്റ്റ് പീരീഡുകളിൽ വണ്ടി മെയിൻ്റെനൻസ് ചെയ്തു എന്നുള്ളത്. അപ്പോൾ ഞാനതിൻ്റെ മെയിനായിട്ട് നമുക്ക് വേണ്ടി വരുന്ന ആ വർക്കുകൾ, അതായത് ഇപ്പോൾ എഞ്ചിൻ ഓയിൽ നമുക്ക് മാറ്റണം, അതേപോലെ തന്നെ എയർ ഫിൽറ്റർ പ്ലഗ് മാറ്റാനുണ്ട്, ബാക്കിലത്തെ ടയർ മാറ്റാനുണ്ട്, അതെല്ലാം ഉൾപ്പെടുത്തി. പിന്നെ അതിൻ്റെ കുറച്ച് വേറെ ഒരു ഫ്ലോർ മാറ്റ്, അങ്ങനെ കുറച്ച് വർക്കുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതടക്കം ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് തരാം. വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ. അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റാണ്. ചെറിയ എന്തെങ്കിലും വേരിയേഷൻസ് വന്നേക്കാം. ഓക്കെ.